വഫാത്തിന്റെ സമയമെടുത്തപ്പോ ഖദീജ ഉമ്മ പൊട്ടിക്കരയുന്നത് കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഖദീജ, നീ എന്തിനാണ് കരയുന്നത്? തങ്ങളെ മരിക്കുന്നത് ഭയമുണ്ടായിട്ടല്ല, ഞാൻ മരണപ്പെട്ടാൽ തങ്ങൾക്ക് ആരുണ്ടാവുമെന്നോർത്ത് മനസ്സ് വല്ലാണ്ട് കഷ്ടപ്പെടുന്നു നബിയെ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ഏതറ്റം വരെ ആവാമോ അതിനൊക്കെ അപ്പുറമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, എന്റെ ഖദീജയ്ക്ക് പകരം ഖദീജയല്ലാതെ മറ്റാരുമില്ല എന്ന് ലോക നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ അവരുടെ മഹത്വം എത്രയാണ് പ്രിയരെ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, സാധ്യമാകുന്ന രൂപത്തിലെല്ലാം ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി ലഭിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതായി ഒന്നും തന്നെ അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് റമദാൻ 10 ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ ദിനമാണ്. കഴിയുന്നതെല്ലാം അവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യുക. അള്ളാഹു അവരുടെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ.